നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോർഷനിലോട്ട് വെയിലൊട്ടും അടിക്കുന്നില്ല. പക്ഷെ കുറച്ച് അപ്പുറം നോക്കി കഴിഞ്ഞാൽ അതൊക്കെ പിന്നെയും ഒരു ന്യായമായുള്ള സംഭവം. ഇത് നമ്മളെ പിടിച്ച് സോപ്പിടാണ്. ഇവിടെ നിർത്താം, അവിടെ ഒന്നും പാർക്കിംഗ് ഫീ വേണ്ട. അതുപോലെ അപ്പുറത്ത് വേറെ സ്പോട്ടുണ്ട്, അങ്ങനെയും ചിലരുണ്ട് എന്നുള്ള കാര്യം. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മൂന്നാറിൽ വന്നിട്ട് ഉള്ള രണ്ടാമത്തെ വ്ളോഗായിരിക്കും. മൂന്നാർ ട്രിപ്പിൻ്റെ നമ്മൾ വീണ്ടും സ്പ്ലെൻഡർ എടുത്ത് മൂന്നാറിലോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇതുപോലെ മൂന്നാർ വന്ന് ധനുഷ്കോടി പോകുമ്പോഴായിരുന്നു നമ്മുടെ വണ്ടിക്ക് പണിയെല്ലാം കിട്ടിയത്. വീണ്ടും ഒന്ന് മൂന്നാറിലോട്ട് ഇറങ്ങിയാണ്. ചിന്നാർ വഴിയാണ് വന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കാന്തല്ലൂർ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കാന്തല്ലൂർ പോയാൽ നമ്മൾ ടൈം ഫുള്ള് ലാഗാവും. എനിക്ക് ആ ഒരു ഗ്യാപ്പ് റോഡ് പോകണം. അതുപോലെ ഇവിടുന്ന് മൂന്നാർ ടൗൺ എത്തുമ്പോൾ തന്നെ കുറച്ച് സ്പോട്ടുകളുണ്ട്, അവിടെ കവർ ചെയ്യണം 1-2 സ്പോട്ടുകൾ. അതുപോലെ ആ ഒരു വൈബിൽ ഇങ്ങനെ പതുക്കെ പോകണം. അപ്പോൾ ആ ഒരു രീതിക്ക് എനിക്ക് പോവുകയാണെങ്കിൽ അവിടെ കൂടി പോയാൽ കുറച്ചും കൂടി ലാഗാവും. വൈകുന്നേരം 4 മണി 5 മണി ആ ഒരു സമയത്തെങ്കിലും അവൻ്റെ വീട്ടിൽ എത്തണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്പോട്ട് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്പോട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട് എന്ന് കരുതി സ്കിപ്പ് ചെയ്യൂല. ഞാൻ സാഹചര്യം കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അവിടെയും പോയിട്ടേ വരൂ. അതിനി എത്ര പോയതാണെങ്കിലും ഞാൻ ഒന്നുകൂടി പോകും. എനിക്ക് അങ്ങനെ പോയ സ്ഥലത്ത് പോകേണ്ടൊക്കെ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. സമയമാണ് മെയിൻ. നമ്മൾ അവിടെയും കൂടി ക്യാപ്ചർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, അവിടെയും കൂടി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ളിങ്ങനെ ഒരു പരക്കം പാച്ചിലായിരിക്കും. ഓടി പോകേണ്ടി വരും. ഒന്നും മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മളാ ഒരു വൈബ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ അതിന് ഈ സിറ്റുവേഷൻ ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ മൂന്നാർ പോകുന്നു. അതിനിടയിൽ കാണുന്ന നല്ല നല്ല കിടിലം വ്യൂകൾ, അതുപോലെ നല്ല നല്ല കിടിലം എസ്റ്റേറ്റുകൾ, ഒരുപാട് എസ്റ്റേറ്റുകളുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഈ ഒരു മറയൂർ ടു മൂന്നാർ റൂട്ടിനിടയിൽ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒന്നു തോന്നും, പക്ഷേ പലതും പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് ആ ഒരു വ്യൂ ആണ് മെയിൻ. ആ ഒരു എന്താ പറയുക, ആ ഒരു ആംബിയൻസ്, എന്താ പറയുക, അതിൻ്റെ ആ ഒരു വ്യൂ അതുതന്നെയാണ് ഏറ്റവും കിടിലം. ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ വാട്ടർഫാളുകളിലൊന്നും വെള്ളമോ സംഭവം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടൗൺ ഇങ്ങനെ എങ്ങനെയും, അതാണ് മറയൂർ ടൗണ്. അപ്പോൾ ഇവിടെ നിന്ന് വിട്ടിട്ട് നേരെ മൂന്നാർ സൈഡിലോട്ട് പോകണം. ഏകദേശം ഒരു 50-60 അതിനിടയിലൊക്കെ കിലോമീറ്റർ കാണും കേട്ടോ ഇവിടെ നിന്ന് മൂന്നാറിലോട്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ 1-2 സ്പോട്ടുകളെല്ലാം ഉണ്ട്. നമുക്ക് സിറ്റുവേഷനും നമ്മുടെ വൈബിനനുസരിച്ച് സ്പോട്ടുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കയറി ആ ഒരു മൂഡിൽ ഇങ്ങനെ നമുക്ക് മൂന്നാർ പോയേക്കാം. ആ എക്സ്പൾസ് സെറ്റായിട്ടോ, എനിക്ക് ആ എക്സ്പൾസ് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു റൂട്ട് പോകുമ്പോൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന കുറച്ച് സ്പോട്ടുണ്ട്. അതിലൊരു സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്പോട്ടാണ്. അവിടെ എന്തായാലും നമ്മൾ പോകുന്നതാണ്. റോഡ് സൈഡിൽ തന്നെയുള്ളൊരു സ്പോട്ടാണ്. ആ ഒരു നമ്മൾ മുമ്പ് വന്നപ്പോഴും ആ ഒരു സ്പോട്ടിലോട്ട് പോയിട്ടുണ്ട്. ഒരു അടിപൊളി സ്പോട്ടാണ്. ഒരു എന്താ പറയുക, വാട്ടർഫാൾ അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻറ്റ് അങ്ങനെയുള്ളൊരു സ്പോട്ടല്ല. പക്ഷേ ആ ഒരു നേച്ചർ, ആ ഒരു പ്രകൃതി, ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഒരു പീസ് തരുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അവിടെ എന്തായാലും ഇന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഇറങ്ങും. അവിടെ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ഇങ്ങ് പോകുന്ന കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ളൊരു കാട്ടിനുള്ളിലൂടെയുള്ളൊരു എന്താ പറയുക ഒരു റൂട്ടാട്ടോ. അതായത് 2 സൈഡിലും ഇതുപോലെ ഒരു കമ്പി വേലിയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്, മൃഗങ്ങളൊന്നും റോട്ടിലോട്ട് ഇറങ്ങാതെ വേണ്ടിയിട്ട്. ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട്. നെറ്റ് വയലോ, നൈസൊരു ആംബിയൻസ് ഉണ്ട് ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഫുള്ളി ഒരു പച്ചപ്പായിട്ടുള്ള, വലിയ രീതിക്കുള്ള വെയിലൊന്നും ഇല്ല കേട്ടോ. വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ കാണുമ്പോൾ നല്ല രീതിക്കുള്ള വെയിലുള്ള പോലെ ഉണ്ടാവും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ. പക്ഷെ അത്രയ്ക്ക് ഒരു ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു നൈസ് എന്താ പറയുക ഒരു ആംബിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് വണ്ടി റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ, ബൈക്കിലായതുകൊണ്ട് തന്നെ ചെറിയൊരു കുളിർ ഫീലും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ നിങ്ങളൊക്കെ ഇനി മൂന്നാറൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴും മൂന്നാർ പോകുന്ന ആ റൂട്ടല്ലാണ്ട് ഈ ഒരു റൂട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളെ നാടിൻ്റെ ആ ഒരു ഏരിയയിലുള്ളവരോടാട്ടോ. കാരണം അവരൊക്കെ കൂടുതലും ആ
ഒരു അങ്കമാലി, അടിമാലി ആ ഒരു റൂട്ടൊക്കെ ആയിരിക്കും പോവുക കൂടുതലും നമ്മളെ ആ ഒരു ഏരിയയിലുള്ളവരൊക്കെ. കൊണ്ടോട്ടി ആ ഒരു സൈഡൊക്കെ ആണെങ്കിൽ പിന്നെ നോർമലി അവർ ഗൂഗിൾ മാപ്പ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ, കൊണ്ടോട്ടി അല്ല ഏകദേശം മലപ്പുറം ആ ഒരു സൈഡിൽ നിന്നൊക്കെ തന്നെ ഗൂഗിൾ മാപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വന്ന ഈ ഒരു ലൊക്കേഷൻ വഴിയാണ് കാണിക്കുക. അതായത് ചിന്നാർ ഫോറസ്റ്റ് വഴി. അപ്പോൾ ആ ഒരു റൂട്ട് ജസ്റ്റ് ട്രൈ ചെയ്യാം. എപ്പോഴും ഒരേ റൂട്ട് പോകാണ്ട് ജസ്റ്റ് മാറ്റി ട്രൈ ചെയ്യാം. ഇവിടെ നിന്ന് ഏകദേശം 34 കിലോമീറ്റർ മൂന്നാറിലോട്ടെന്നാണ് അവിടെ ഒരു ബോർഡിൽ ഞാൻ കണ്ടതിലും. ഇതുപോലെ ഒന്നും കൂടെ എന്താ പറയുക ഡീപ്പായിട്ട് മരങ്ങൾക്കിടയിലൂടെ ഒരു ഉള്ളേരിയയിലോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക കുളിർക്കീൽ വീണ്ടും കൂടാണ്. അതായത് തണുപ്പൊന്നും കൂടുകയാണ് ഇതുപോലുള്ള മരങ്ങൾക്കിടയിലൂടെ ഈ ഒരു സ്പോട്ടിലൊക്കെ. ഇവിടെ ഒരു വാട്ടർഫോളുണ്ട്, നമുക്ക് എന്തായാലും ഇവിടെ നിർത്തിയേക്കാം. ഇവിടെ നല്ല വെള്ളമുള്ളൊരു വാട്ടർഫോളാണ്. എന്തായാലും വെള്ളമുള്ളൊരു വാട്ടർഫോൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് സൈഡാക്കിയേക്കാം. അപ്പോൾ ഞാൻ വണ്ടി ഇതേ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടി പോകും. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു വാട്ടർഫോളാണ്. വെള്ളമൊക്കെ ഉള്ള സ്ഥിതിക്ക് ജസ്റ്റ് പോയി കാണാമെന്ന് വിചാരിച്ച്. നല്ല ഫാമിലീസൊക്കെ വരുന്നുണ്ട്. പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് സ്വിമ്മിങ് ഉള്ള കാരണം ഇങ്ങനെ ബൈവാക്സിന് ഞാൻ ഓരോന്ന് സൂം ചെയ്ത് കളിക്കുന്നുള്ളൂ. ഒരു പ്രോ സീരീസ് ഫോൺ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ നേരെ മോളിൽ പോവാട്ടോ. ഇനി ഈ ഒരു വാട്ടർഫാളിൻ്റെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ കാണാൻ വേണ്ടി പോവാണ്. ഇതിലെ ഇതുപോലെയുള്ള വഴികളൊക്കെ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതിന് താഴെ പലരും വെള്ളച്ചാട്ടത്തിൽ കളിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഷൂ ആയ കാരണം എന്താ പറയുക വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങിയില്ല. കണ്ടോ, ഇതാണ് ആ ഒരു വാട്ടർഫാൾ. നമ്മളെ വണ്ടി ഇതേ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ നമ്മളെ വണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് മുകളിലോട്ട് പോയേക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും റോഡ് സൈഡിൽ തന്നെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഞാൻ പിന്നെ ചുമ്മാ ഇറങ്ങിയാണ്. വേറെ എവിടെയും വെള്ളച്ചാട്ടം നോക്കിയിട്ട് ഇത്രയ്ക്ക് വെള്ളമൊന്നും കണ്ടില്ല. അപ്പോൾ ചുമ്മാ ഇറങ്ങിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ആ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറ്റിയിട്ടോളാൻ, അവിടെ വെക്കണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ടും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കുമെന്ന്. പിന്നെയാണത് മനസ്സിലായേ, അവർക്ക് പാർക്കിംഗ് ഫീ വേണം. അതിന് വേണ്ടിയിട്ട് അവർ അവരുടെ ഇങ്ങോട്ടേക്ക് കയറ്റിയിടാൻ വേണ്ടി പറഞ്ഞാണ്. ചുളിവേ അങ്ങനെയും ക്യാഷ് ഉണ്ടാക്കും. ഒരു 4 ബാത്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവിടെ, പേ ആൻഡ് യൂസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ പിന്നെയും ഒരു ന്യായമായുള്ള സംഭവം. ഇത് നമ്മളെ പിടിച്ച് സോപ്പിടാം. എനിക്കാണെങ്കിൽ ഇവിടെ നിർത്താം, അവിടെ ഒന്നും പാർക്കിംഗ് ഫീ വേണ്ട. അതുപോലെ അപ്പുറത്ത് വേറെയും സ്പോട്ടുണ്ട്. ആ ഒരു കൂട്ടം എക്സ്പൾസ്, ഹിമാലയൻ അങ്ങനെയുള്ള വണ്ടികളെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടാണ് അവർ പോയത്. അവർക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല, പാർക്കിംഗ് ഫീ ഇല്ല. എന്നിട്ട് ചേച്ചി ചോദിക്കുക. അങ്ങനെയും ചിലരുണ്ടെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമൊക്കെ ശ്രദ്ധിക്കാം. അവർ ആരും നമ്മളെ നന്നാക്കാൻ നിൽക്കില്ല എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായാൽ മതി. അതായത് അവിടെ നിർത്തിക്കോ ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നന്നാക്കൂല. നമ്മളെ വണ്ടി സേഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതല്ല ഓർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അതൊക്കെ കോമൺ ആണ്. അപ്പം നമ്മളിങ്ങനെ മറയൂർ ടു മൂന്നാർ റൂട്ട് ഇങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. സംഭവം ഭയങ്കര വേനലാണെങ്കിലും നമുക്ക് അത്രയ്ക്ക് എന്താ പറയുക ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ മൂന്നാറിലുള്ള. പ്രത്യേകിച്ച് ഈ ഒരു സ്പോട്ടിൽ വട്ടവട പോകുമ്പോൾ ഒന്നും കൂടെ ടെമ്പറേച്ചർ കുറയാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും വെള്ളമില്ല കേട്ടോ. ആ ഒരു സ്പോട്ടിൽ വെള്ളം കാലിയായി കിടക്കുവാണ്. ഞാൻ ഇവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളെല്ലാം എടുത്തു. നല്ലൊരു നൈസ് സ്പോട്ട്. അതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ലൈറ്റിങ്ങും എല്ലാം കൊണ്ടും സെറ്റായിരുന്നു ഈ ഒരു സ്പോട്ട്. ഞാൻ ഈ സ്പോട്ട് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ആംബിയൻസ് തോന്നി. ഞാൻ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് തിരിച്ചു പോകുന്നു. ആ ഒരു സെറ്റപ്പൊക്കെ. ഓ നോക്കിക്കേ, വ്യൂ നോക്കിക്കേ.
അപ്പോൾ ഇതിൽ പല പല എസ്റ്റേറ്റുകൾ, തെന്മല എസ്റ്റേറ്റ്, അങ്ങനെ 3-4 എസ്റ്റേറ്റുകൾ ഇതുപോലെ പറഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ പോകുന്ന ഈ ഒരു റോഡ് സൈഡിൽ തന്നെ. അപ്പം ഞാനിത് ഓരോ സ്പോട്ടാണെന്നൊക്കെ കരുതി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കവർ ചെയ്യേണ്ട ലൊക്കേഷൻസ് എല്ലാം. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതെല്ലാം ഇവിടെ നിന്ന് മൂന്നാർ വരെ എത്തുമ്പോഴുള്ള ഓരോരോ എസ്റ്റേറ്റുകളുടെ പേരുകളാണെന്നാണ്. ഓക്കെ, അപ്പോൾ അവിടെ താഴെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. ഓ നൈസാട്ടോ, ആ ഒരു വ്യൂവും കണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളി. ഈ ഒരു വ്യൂ ഒക്കെ നോക്കിക്കേ, തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഒരു റൈഡ് ബ്യൂട്ടിഫുൾ തന്നെയാണ്. സോളായിട്ട് വരുന്ന കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ഇങ്ങനെ പോകുമ്പോൾ കാണൽ എന്താ പറയുക, ഡ്യൂ ആയിട്ട് വരുന്നവർ, അതുപോലെ 4 പേര് 2 ബൈക്ക്, അങ്ങനെയൊക്കെ ആണ് അധികം ഞാൻ കാണാറ്. ഈ സോളോ ആയിട്ട് വരുന്നവരെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. എന്താ എനിക്കറിയില്ല, ഞാനും അതുപോലെ സോളോ ആയിട്ട് പോകുന്നതുകൊണ്ടാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോളോ ആയിട്ട് ട്രിപ്പ് പോകുന്ന കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കുകയും അതുപോലെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ബൈക്കിന് ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്കിങ്ങനെ പോയി നോക്കാം. കണ്ടോ, ബൈക്കിനെ നേരെ പോകാൻ വേണ്ടി പറഞ്ഞേ. നോക്കിക്ക്, ഫുള്ളി എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം. വാവ്. ആ ഒരു ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഇതുപോലെയുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള റൂട്ടാട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഏകദേശം മൂന്നാർ എത്തുന്നതിൻ്റെ ഒരു 10 കിലോമീറ്റർ 8 കിലോമീറ്ററൊക്കെ പുറകെ വരെ ഇതുപോലുള്ള റൂട്ട്. വാവ്, ഇതെനിക്കിഷ്ടമായിട്ടോ. ഫ്രെയിം നോക്കിക്കേ, നമ്മളെ 2 സൈഡിലും കിടിലം വ്യൂ, നടിയിലൂടെ ചെറിയ റോഡ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങടുത്താണ്. ഇനി അങ്ങോട്ട് ചെന്നാൽ സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും. വാവ്, എനിക്ക് കൂടുതൽ ഓരോരോ സ്പോട്ടുകൾ കവർ ചെയ്യുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഓരോ സ്പോട്ടാട്ടോ. അത് നമുക്ക് പ്രത്യേക സന്തോഷം തരും. അതെന്താണെന്നറിയില്ല. അല്ല, ഇങ്ങനൊരു വാർഡനാണോ? അല്ലായിരിക്കും. ഓ, എസ്കേപ്പ് ആയിട്ടുണ്ട്. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. അല്ല, ചുമ്മാ പോകൂടാതെ. இந்த ரோடா? இந்த ரோഡിൽ വരക്കൂടാതെ? സോറി. ഓക്കെ, നല്ല ഫ്രെയിംസ് കണ്ടപ്പോൾ ജസ്റ്റ് വന്ന ഗൈസ്, இந்த ഉള്ള വരക്കൂടാതെ എന്ന് പറഞ്ഞു. നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇതുപോലുള്ളവർ ലോക്കാക്കിയിടും, അതാണ് പ്രശ്നം. സ്ഥലം സെറ്റാട്ടോ, നോക്കിക്കേ. എന്തായാലും വന്നതല്ലേ, ഒന്ന് ക്യാപ്ചർ ചെയ്തേക്കാം ഗൈസ്. ഈ ഒരു പോയിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ സംഭവം എടുത്തു. ആ ഒരു ബാക്കിലോട്ടുള്ള ഫ്രെയിം അടിപൊളിയായിരുന്നു. പക്ഷേ ലൈറ്റിങ് ചെറിയ ഒരു കുറവുള്ള പോലെ, ബാക്കിയെല്ലാം സെറ്റായിരുന്നു. അങ്കിള് നമ്മളോട് പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് അങ്കിള് കണ്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു റൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റൂട്ട്. മറയൂർ മൂന്നാർ ഈ ഒരു റൂട്ട് ഭയങ്കര രസമാണ്. കഴിഞ്ഞ തവണ മൂന്നാർ വന്നപ്പം ഈ ഒരു റൂട്ട് ഇങ്ങോട്ട് വന്നു, അതുപോലെ തിരിച്ചും പോയി. നല്ല രസമുണ്ടായിരുന്നു. രണ്ടും ഡേ ടൈം തന്നെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ഒരു ഏരിയയിൽ നൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം മീൻസ് ആനയൊക്കെ ഇറങ്ങാൻ ചാൻസുള്ള ഒരു സ്പോട്ടാണ്. നമ്മുടെ വെട്രികുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇവിടുത്തെ നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ തേയില കൃഷികളെല്ലാം നശിപ്പിക്കും ആനകളൊക്കെ വന്നിട്ട്. അപ്പം അങ്ങനെയുള്ള അത്യാവശ്യം ഒരു ആനശല്യമുള്ള ഒരു സ്പോട്ടും കൂടെയാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു തേയില തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു പോർഷൻ മാത്രം കേട്ടോ. കുറച്ച് അങ്ങോട്ടുള്ള പോർഷൻസ് ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത പോർഷൻസ് തന്നെയാണ്.
ആ ഒരു നീലക്കുറിഞ്ഞി പോലുള്ളൊരു പൂവ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് ഈ അവിടെ കുറച്ച് ലോങ്ങായിട്ട്, പക്ഷേ അവിടെയും ഇവിടെയൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു എന്താ പറയുക, വെള്ളം ചാടിയ ആ ഒരു അടയാളങ്ങളെല്ലാം കാണുന്നുണ്ട്, ആ ഒരു മാർക്കുകളെല്ലാം. പക്ഷെ അവിടെ ഒന്നും ഇപ്പോൾ വെള്ളമില്ലാത്ത വെറും മാർക്കുകൾ മാത്രമുള്ള പാറകളാണ് കാണാൻ പറ്റുന്നത്. ദൈവന്മാരായിരുന്നു കേട്ടോ നമ്മളോട് ആ സംഭവം പറഞ്ഞേ. ആ അങ്കിൾ ഇപ്പോഴും ചിരിച്ചു. എവിടെ നോക്കിയാലും കിടിലും ഫ്രെയിമുകളാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. നല്ല രസമുണ്ട്. എനിക്കെന്തായാലും ലൈക്കായിട്ടുണ്ട് ഗൈസ് ഈ ഒരു റൂട്ട്. അതും ഈ നമ്മളിങ്ങനെ ഈ ഒരു വെയിൽ നല്ല, അതായത് ഫോട്ടോക്കൊക്കെ അടിപൊളി സമയം എന്ന് പറയുമ്പം അത്യാവശ്യം വെയിലുള്ള സമയമാണ്. അപ്പോഴായിരിക്കും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആ ഒരു പക്കാ ഒരു ക്ലാരിറ്റി കിട്ടുന്നത്, ആ ഒരു പക്ക ലൈറ്റ് കണ്ടീഷനെല്ലാം സെറ്റ് ആവുന്നത്. ആ ഒരു സമയത്തെല്ലാം കിടില്ല കേട്ടോ ഈ റൂട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇതാണ് കേട്ടോ ലക്കം വാട്ടർഫാൾസ് എന്ന് പറയുന്ന ആ ഒരു വാട്ടർഫാൾ. ഇതെല്ലാം പ്രോപ്പറായിട്ട് കുറച്ച് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചു തരുവാണ്. മുന്നിൽ കൂടെ പോയിട്ട് ജസ്റ്റ് കാണിക്കാണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തന്നെയാണ്. നമ്മുടെ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു, എൻ്റെ ബലമായ ഡൗട്ട്, ഫോർക്കിൻ്റെ ഓയിൽ സീൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും തരത്തിൽ ആ ഒരു സൈഡിൽ എന്തോ ഇഷ്യൂ ഉള്ള പോലെ ഒരു ഇളക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ആവുന്നുണ്ട്. ഹാൻഡിൽ വളഞ്ഞ് നിവർത്തുന്ന സമയത്തൊക്കെ ഒരു ഭാഗത്തോട്ട് പോകുന്ന പോലുള്ളൊക്കെ ഒരു ഫീല്. അപ്പോൾ എൻ്റെ ബലമായ ഡൗട്ട് ആ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഫോർക്ക് ഓയിൽ ഒരുപാട് മുമ്പ് ചേഞ്ച് ചെയ്തതാണ്, ഇതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചേഞ്ച് ചെയ്യുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ നാട്ടിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് അനീസിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പൂവ്, നീലക്കുറിഞ്ഞ് പോലുള്ള പൂവ്. RX ഗായ്സ്, നമ്മളിങ്ങനെ കയറി വരും, തണുപ്പ് ഇങ്ങനെ കൂടി വരും കേട്ടോ. മുകളിലോട്ട് കയറും തോറും തണുപ്പ് ഇങ്ങനെ കൂടി വരുന്നു കേട്ടോ. ഇപ്പോഴൊക്കെ നല്ല തണുപ്പുണ്ട്. ഇനി മഴ എങ്ങാണ്ട് വരുന്നുണ്ടോ എന്നാവോ, ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണോ ഒന്നും അറിയില്ല. എന്തായാലും നല്ല അടിപൊളി തണുപ്പുണ്ട് ഇപ്പോൾ, ഒന്നും കൂടെ പീസായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്, നല്ല മഴക്കാറുണ്ട് ആ ഒരു പോർഷനിലൊക്കെ ആയിട്ട്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ക്ലൈമറ്റ് സെറ്റായിട്ടുണ്ട് ഇപ്പോഴത്തെ. റോഡിൻ്റെ ഒരു സംഭവമൊക്കെ മാറിയിട്ടുണ്ട്, ഇതുപോലുള്ള റോഡായിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളെല്ലാം കഴിഞ്ഞ പോലെ ഉണ്ട്. ഇനി വരുമോ എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോർഷനിലോട്ട് വെയിലൊട്ടും അടിക്കുന്നില്ല. പക്ഷേ കുറച്ച് അപ്പുറം നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗോപുരയിലെ ബാറ്ററി തീർന്നു. പിന്നെ ഞാൻ ഇൻസ്റ്റാ 360 ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് നാട്ടിലുള്ള ഒരു ടീംസ് എന്നെ സ്പോട്ട് ചെയ്തു. ഈ ട്രിപ്പിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യമായിട്ടായിരുന്നു. എൻ്റെ വണ്ടിയെ കണ്ട് എന്നെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവരുമായി സംസാരിച്ചു, അവരോടും യാത്ര പറഞ്ഞ് ഞാൻ നേരെ പോയത് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ മൂന്നാറിലോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്നാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്പോട്ടിലോട്ടാണ് അവിടെ നിന്ന് നേരെ പോയത്.